ഹലോ ഗൈസ്, പുതിയുള്ള സ്വാഗതം. അപ്പൊ ഇപ്പൊ എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാല് മഴ കാരണം ഭയങ്കര ഇതെല്ലാം എന്താ പറയാ ദുരിതത്തിലുള്ളത്. ഇപ്പം വയനാട്ടിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. വയനാട് ഫുള്ള് ദുരന്തത്തിലാണുള്ളത്. ഉരുൾപൊട്ടലും കാര്യങ്ങളിലായിട്ട് സ്കൂളുകളും എല്ലാം ഇപ്പൊ എന്താ പറയാ ഇപ്പൊ എല്ലാ ജില്ലകളിലും ഒരു 5 ജില്ലകളിലെല്ലാം സ്ഥിരമായിട്ട് ഇപ്പൊ 2-3 ദിവസമായി ലീവെല്ലാം തന്നിട്ട് ഇപ്പം ഭയങ്കര ഒരു ഇതിലാണുള്ളത് ഇപ്പൊ. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാല് രക്ഷാപ്രവർത്തനത്തിന് തന്നെ ആയി എന്റെ നാട്ടിൽ നിന്നായാലും മറ്റുള്ള നാട്ടിൽ നിന്നായാലും എല്ലാ നാട്ടിൽ നിന്നും ഇപ്പൊ ഇങ്ങനെ രക്ഷാപ്രവർത്തനങ്ങൾ ആൾക്കാർ പോകുന്നുണ്ട്, ഫുഡും കാര്യങ്ങളും എത്തിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ വെച്ചാൽ അതിൽ മെയിനായിട്ട് ഞാനിപ്പം പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഫയർഫോഴ്സിന്റെ ആൾക്കാരായാലും പോലീസിന്റെ ആൾക്കാരായാലും എന്താ പറയുക, ഈ വെള്ളത്തിലോട്ട് അവരെ വണ്ടി ഒന്നും ഓടൂല. ഫയർഫോഴ്സിന്റെ വണ്ടി ഓടൂല്ലെന്ന് എനിക്കറിയില്ല, എന്തായാലും പോലീസിന്റെ ജീപ്പും കാര്യങ്ങളൊന്നും ഓടൂല. പിന്നെ കൂടുതൽ സഹായങ്ങൾക്ക് വെള്ളത്തിലോട്ട് ഇപ്പൊ ഓടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മത്സ്യത്തൊഴിലാളികളുടെ കാര്യമുണ്ട്. പിന്നെ വെച്ചാല് വേറെ മെയിനായിട്ട് വണ്ടി പ്രാന്തന്മാരാണ്, ഓഫ് റോഡ് വണ്ടി. അപ്പോ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാല് മഴക്കാലത്ത് ഇവര് ഇങ്ങനെ വെള്ളം കയറി കഴിഞ്ഞാല് ഓഫ് റോഡ് വണ്ടി എടുത്തിട്ട് മറ്റുള്ള ആൾക്കാരെ രക്ഷിക്കാനും പിന്നെ ഭക്ഷണങ്ങൾ എത്തിക്കാനുള്ള ഓഫ് റോഡ് വണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും MVD കാണൂല. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലോ ഈ പോലീസുകാരനെ ഈ എന്താ പറയാ മഴക്കാലത്ത് ഈ വെള്ളപ്പൊക്കെല്ലാം വന്ന ടൈമിൽ ഇപ്പോ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ വയനാട് ഒരുപാട് ആൾക്കാരെ രക്ഷിക്കാൻ ഈ വണ്ടി ഓഫ് റോഡ് വണ്ടികള്, താറ് പോലത്തെ വണ്ടികളെല്ലാം എന്താ പറയാ മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടികളെല്ലാം ഇറങ്ങിയിട്ട് ഒരുപാട് ആൾക്കാർ രക്ഷിക്കും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വീഡിയോ ഞാൻ ജസ്റ്റ് ഇപ്പം കണ്ടപ്പോ അതിനെപ്പറ്റി പറയാൻ വന്നതാണ്. അപ്പൊ ഇതൊന്നും ഇപ്പൊ MVD ഒന്നും കാണുന്നില്ല. റോട്ടുമേൽ ഇറങ്ങുമ്പോ മോഡിഫിക്കേഷൻ ആയിട്ട് ഫൈൻ ഇടാൻ മാത്രമേ ഓർക്ക് അറിയുള്ളൂ. കാരണം ഈ നല്ല നല്ല കാര്യം ഇതിനെ കൊണ്ട് ഉണ്ട് എന്നുള്ള ഓർക്ക് മനസ്സിലാക്കേണ്ട ഇത്രക്ക് വിവരമില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് എന്നാ ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കാൻ പറ്റുമെന്നും ഇത് വെള്ളത്തിലൂടെ ഓടാൻ വേണ്ട പല സംവിധാനം മോഡിഫിക്കേഷൻ ചെയ്തിട്ടാണ് ഓരോ വണ്ടി ഇറക്കുന്നത്. അപ്പൊ ഇതിനെ കൊണ്ട് ഇങ്ങനെയുള്ള ഉപകാരങ്ങളെല്ലാം ഉണ്ടെന്ന് ഓർക്ക് മനസ്സിലാക്കിക്കൂടെ? അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടോക്ക്. ഫുള്ള് വെള്ളത്തിലെ കൂടെയാണ് വണ്ടി. ഭക്ഷണവും കാര്യങ്ങളെല്ലാം എത്തിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ ഓരോ കയ്യിൽ തന്നെ മറ്റേ തോണി പോലത്തെ സംഭവം കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിലിപ്പോ വീട്ടിൽ തന്നെ പോയിട്ട് പകുതിയും വെള്ളമാണ്, വീട് മുങ്ങിയിട്ടുള്ള. അവിടുന്നാണ് ആ വയസ്സായ അപ്പൂപ്പനെ രക്ഷിച്ചിട്ട് വരുന്നത്. അപ്പൊ ബാക്കിയുള്ള ആളെയൊന്നും കുറ്റം പറയുന്നല്ലേ, ആരും രക്ഷിക്കുന്നില്ല. മെയിനായിട്ട് ഇവരെയാണല്ലോ MVD ഫോക്കസ് ചെയ്ത് ഇട്ട് പണി തരുന്നത്. അതുകൊണ്ട് ഇവരെ പറ്റി വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ. ഇവർക്ക് എന്ത് ചെയ്താലും കുറ്റമാണല്ലോ. വണ്ടി റോട്ടുമ്പോൾ ഇറക്കിയ പ്രശ്നം ഈ വീഡിയോ കണ്ട നിങ്ങള്. അവര് മുങ്ങിപ്പോയ വണ്ടീനെ വരെ വലിച്ചു കൊണ്ടിരുന്നുണ്ട് നിങ്ങള്. എന്തായാലും ഇതെല്ലാം ഇവര് നല്ല കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. ഇനിയിപ്പോ ഈ വീഡിയോ എല്ലാം കണ്ടിട്ട് ഈ വെള്ളപ്പൊക്കെല്ലാം കഴിഞ്ഞ് ഉരുൾപൊട്ടെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഫൈന് വരിക. ഇത്രയേ ഉള്ളൂ. ഉപകാരത്തിന് ഉപയോഗിക്കൂ. ഉപകാരം കഴിഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു ചാടും എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയായിരിക്കും. ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞാൽ MVD ഫൈനും വെച്ചിട്ട് വരും. വെള്ളത്തിലിറക്കി മറ്റേതിറക്കി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഗൈസ്, എല്ലാവരും നല്ല ജാഗ്രതയോടെ ഇരിക്കുക. എപ്പൊ എന്നാ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അത്രക്കും എല്ലാവരും ഇപ്പം കനത്ത മഴയും വെള്ളപ്പൊക്കവും കാര്യങ്ങളെല്ലാം വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൈസ് എല്ലാവരും സൂക്ഷിക്കുക, എന്താ പറയാ സേഫ് ആയി നിൽക്കുക. അപ്പൊ ഗൈസ് അടുത്ത വീഡിയോ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.